ഹായ് എവരിവോൺ, എല്ലാവർക്കും സൈബർടെക്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ കറണ്ട് ഇല്ലാത്തപ്പോൾ നമ്മുടെ മോഡം പവർ അപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയി നിർത്തി ഇൻവെർട്ടർ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് UPS കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു പവർ ബാങ്ക് യൂസ് ചെയ്ത് എങ്ങനെ നമുക്കൊരു ബാക്കപ്പ് മോഡത്തിന് എങ്ങനെ ബാക്കപ്പ് കൊടുക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് വേറെ ഡിവൈസ് വാങ്ങണമെങ്കിൽ ആ ഡിവൈസുകൾ ഞാൻ ഈ വീട്ടിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ പവർ ബാങ്ക് ഉപയോഗിച്ച് അധികം നമ്മൾ ക്യാഷ് മുടക്കാതെ പവർ ബാങ്ക് വീട്ടിലുള്ളവർക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു മോഡത്തിന് പവർ ബാക്കപ്പ് അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ ബാക്കപ്പ് നമുക്ക് മോഡത്തിന് കിട്ടും. അതെങ്ങനെ സെറ്റ് ചെയ്യാനുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കീപ് വാച്ചിങ്. ഇതാണ് നമ്മുടെ ആ സെറ്റപ്പ് ഞാൻ പറഞ്ഞത്. നമ്മൾ പവർ ബാങ്ക് വെച്ച് നമ്മുടെ മോഡം ആൻഡ് റൗട്ടർ ബൂട്ടപ്പ് ചെയ്യുന്നത്, ഓൺ ആക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പവർ ബാങ്കിന് കേബിൾ കണക്ട് ചെയ്തു, നമ്മുടെ സ്പ്ലിറ്റ് ചെയ്ത് കണക്ട് ചെയ്തേക്കുവാണ് നമ്മൾ ഈ ഒരു കേബിൾ 2 ഡിവൈസിലൂടെ. നമുക്ക് ഒരെണ്ണം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് 2 കൊടുത്തിട്ടുണ്ട്, ബാക്കപ്പ് കുറയും. അപ്പോൾ കണ്ടില്ലേ, മോഡം 2 ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 5 വോൾട്ട് ടു 12 വോട്ട് DC കേബിളാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾ മാനുവലി ഉണ്ടാക്കിയേക്കുവാണ്, നമ്മൾ കേബിൾ മുറിച്ച് ഉണ്ടാക്കിയേക്കുവാണ്. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ഒരു 100 രൂപ താഴെ വരുന്നുള്ളൂ. നിങ്ങളുടെ ഇലക്ട്രോണിക് ഷോപ്പിൽ ചെല്ലുവാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോ തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രൂഫാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഒരു കറണ്ടും കണക്ട് ചെയ്യാതെ നമ്മൾ ബാക്കപ്പ് വെച്ച് ഇത് ചെയ്തു, പവർ ബാങ്ക് വെച്ചു. നമ്മൾ ഇതിന് ഉപയോഗിക്കേണ്ട കേബിൾ എന്ന് പറയുന്നത് USB DC 5 വോൾട്ട് ടു DC 12 വോൾട്ട് സെറ്റപ്പ് മൊഡ്യൂൾ എന്നാണ് പറയുന്നത്. ഇതൊരു കേബിൾ ആണ്. ഇത് നിങ്ങളുടെ ലോക്കൽ ഷോപ്പിൽ ചെല്ലുവാണെങ്കിൽ 100 രൂപ പോലും വില വരത്തില്ല, 100 രൂപ താഴെ വരത്തുള്ളൂ. നിങ്ങൾ ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ, അവിടെ പോയി തിരക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഓൺലൈൻ ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു വില കുറഞ്ഞൊരു കേബിൾ ആണ്. അപ്പം നിങ്ങൾ അതിന്റെ പേര് നോക്കി വെക്കുക, USB DC 5 വോൾട്ട് ടു DC 12 വോൾട്ട് സെറ്റപ്പ് മൊഡ്യൂൾ. അപ്പോൾ നിങ്ങൾ ഈ പേര് ഒന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. ഇത് വാങ്ങുക. പിന്നെ നിങ്ങൾ വാങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉള്ള കാര്യമാണ് പവർ ബാങ്ക്. പവർ ബാങ്ക് ഉള്ളവര് എന്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്നത് 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉള്ള MIയുടെ 200 mAh പവർ ബാങ്ക് ആണ്. അതുപോലെ നമുക്ക് ഈ പവർ ബാങ്കും യൂസ് ചെയ്യാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് ഇതുപോലത്തെ സ്പെസിഫിക്കേഷൻ ഉള്ള പവർ ബാങ്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 18 വാട്ട്സ് പവർ ഒക്കെ ഉള്ള ഒരു പവർ ബാങ്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഒത്തിരി പഴയ മോഡലൊന്നും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യത്തില്ല. നമുക്കൊരു ഔട്ട്പുട്ട്, നല്ല പവർ ഔട്ട്പുട്ട് ഉള്ള നിങ്ങളുടെ പവർ ബാങ്ക് മാത്രമേ സപ്പോർട്ട് ചെയ്തുള്ളൂ. കുറെ അധികം 1 വർഷം 2 വർഷം പഴക്കമുള്ളതൊന്നും സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വീട്ടിൽ അധികം ചെലവില്ലാതെ തന്നെ നമുക്കൊരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ബാക്കപ്പ് സിസ്റ്റം സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ മോഡത്തിനോ റൗട്ടറിനോ. അപ്പോൾ നിങ്ങൾ ഒരു കേബിൾ ഉണ്ടെങ്കിൽ ഒരു മോഡത്തിന് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അഡീഷണൽ വൈഫൈ റൗട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ പവർ ബാങ്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഒരു മാക്സിമം ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ നമുക്ക് ബാക്കപ്പ് കിട്ടും ഈ ഒരു സെറ്റപ്പ് ഉപയോഗിച്ച്. അതല്ല, നിങ്ങൾക്ക് ഒരു ബ്രാൻഡഡ് ഡിവൈസ് ആണ് നിങ്ങൾക്ക് വേണ്ടേ, നിങ്ങൾക്ക് ഒരു റൗട്ടർ ബാക്കപ്പ്, ഒരു സെപ്പറേറ്റ് റൗട്ടർ ബാക്കപ്പ് ഡിവൈസ് വേണമെങ്കിൽ ഇത് ഏറ്റവും നല്ലൊരു ഡിവൈസ് എന്ന് പറയുന്നത് Asianet RouterUPS ആണ്. ഇതിന്റെ ഏകദേശം 2200 രൂപ വില വരും. ഇത് ഡെയിലി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. എന്നിട്ട് അതൊരു പിറ്റേന്ന് ദിവസം വരുമ്പോഴത്തേക്ക് വീണ്ടും അത് സ്റ്റോക്കിൽ വരും. ഇപ്പോൾ കാരണം ഇത് ഭയങ്കര ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണ്. അത് ഡെയിലി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാളെ നോക്കിയാൽ ചിലപ്പോൾ ഇത് അവൈലബിൾ ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇത് കാണുന്നത്. ഞാൻ ഡെയിലി നോക്കാറുണ്ട് ഇതിന്റെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ചോദിക്കുമ്പോൾ ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന 4 hours ബാക്കപ്പ് എന്നാണ്, 4 മണിക്കൂർ ബാക്കപ്പ് കിട്ടുള്ളൂ എന്നാണ്. ഇതിന് 15 മണിക്കൂർ ബാക്കപ്പ് കിട്ടുന്ന ഫ്രണ്ട്സ് വരെ എനിക്കുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത്രയ്ക്ക് പവർ ബാക്കപ്പ് കിട്ടുന്ന ഒരു ഡിവൈസ് ആണ് ഈ ഒരു Asianetന്റെ RouterUPS. റൗട്ടർ മാത്രമേ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു സിംഗിൾ ഔട്ട്പുട്ടേ ഉള്ളൂ ബാറ്ററി ബാക്കപ്പിന് വേണ്ടി. അപ്പോൾ ഇതൊരു നല്ല ഡിവൈസ് ആണ്. നിങ്ങൾക്ക് ഇതാണ് വാങ്ങിക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇതും വാങ്ങിക്കാം. നിങ്ങൾക്ക് ഇതിന്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് എടുക്കാം. കണക്ട് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലെത്തും ഈ ഡിവൈസ്. അപ്പോൾ ഇതും ഒരു ഓപ്ഷൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ UPS വാങ്ങിച്ച് ഉപയോഗിക്കാം. നോർമൽ UPS എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ UPS ഉണ്ടല്ലേ, സെബ്രോണിക്സ് അല്ലെങ്കിൽ APC, അതിന് 2000 രൂപ വിലയാവും. അതിന് നമുക്ക് റൗട്ടർ 3 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ബാക്കപ്പ് കിട്ടും. പക്ഷേ എനിക്കിതിലും നമുക്കിത് വേണമെങ്കിൽ വേറെ ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ പവർ സോക്കറ്റ് ബാക്കിലുണ്ട്, സ്വിച്ച് സോക്കറ്റ് ഒക്കെ ബാക്കിലുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു ബാക്കിയുള്ളതൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്കപ്പ് ഡ്രെയിൻ ആവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ മോഡത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ബാക്കപ്പ് വേണ്ടെങ്കിൽ Asianetോ അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യുക. ആ കേബിൾ വാങ്ങിക്കോ, ഒരു പവർ ബാങ്ക് യൂസ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. താങ്ക് യു ഗൈസ്. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ്.